ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നക്ഷത്ര തടാകം പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒത്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പതിവ് പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് പെട്രോൾ പമ്പിലേക്കായിരുന്നു. അവിടുന്ന് പെട്രോൾ അടിച്ച് ഞങ്ങൾ നേരെ വിട്ടു മലയാറ്റൂരേക്ക്. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂരേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല തിരക്കായിരുന്നു കേട്ടോ മലയാറ്റൂർ. ക്രിസ്മസ് തൊട്ടിട്ട് ന്യൂ ഇയർ വരെയാണ് ഈ മലയാറ്റൂർ ഈ മെഗാ കാർണിവൽ നടക്കുന്നത്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഫുള്ള് ലൈറ്റും നക്ഷത്രങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് നല്ല പൊളിയായിരുന്നു കേട്ടോ. ഇവിടെയുള്ള ഈ തടാകത്തിന് ചുറ്റും 10,000-ത്തിലധികം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അതുപോലെ ഓരോ ദിവസവും ഓരോ പരിപാടികളും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത്. നമ്മളിത് എത്രമാത്രം എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കൂടെ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അത്രക്കും പൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പം അൻസിക്കൊരാഗ്രഹം ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സാലഡ്, അപ്പം ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു കേട്ടോ, വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഒരുപാട് പേര് ഞങ്ങളെപ്പോലെ തന്നെ ഇത് വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേത്തിയായിട്ട് അവർ സോസൊക്കെ ഒഴിച്ചിരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സാധനത്തിന് 50 രൂപയാണ് കേട്ടോ അവർ വാങ്ങിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണേ വാങ്ങിച്ചിട്ടുണ്ടായുള്ളൂ. അങ്ങനെ 3 പേരും ഷെയർ ചെയ്ത് കഴിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാ ഞങ്ങൾ തൊട്ടിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഇവിടത്തേക്ക് വന്നിട്ടാട്ടോ ഉള്ളത്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഗൂഗിൾ പേ എടുക്കൂല, നമ്മൾ കാശ് തന്നെ കൊടുക്കേണ്ടി വരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഇതിൽ കയറി ഇരുന്നിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കേട്ടോ ഞാൻ വീണ്ടും ആ തൊട്ടിൽ കയറിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ മലയാറ്റൂരിൽ വിട്ടുട്ടോ വീട്ടിലേക്ക്. കാരണം 10 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.